ഹലോ ഗൈസ്, വെൽക്കം ടു മെക് സ്റ്റുഡിയോ. IPL ആവേശത്തിലേക്ക് അടുക്കുമ്പോൾ ഇന്നലെ ഒന്നടങ്കം ആരാധകരെയും തൻ്റെ ടീമിനെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് മഹേന്ദ്ര സിംഗ് ധോണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കായി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ IPL റിലേറ്റഡ് കണ്ടൻറ്റ്സ് എത്രയും വേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ കഴിഞ്ഞ ദിവസമായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി ഒരു പോസ്റ്റ് ഇട്ടത്. നിമിഷങ്ങൾക്കകം തന്നെ അത് വളരെ അധികം ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ്. ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു പോസ്റ്റ് തന്നെയായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി കഴിഞ്ഞ ദിവസം കുറിച്ചത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: cannot wait for the new season and the new role, stay tuned. ഒരു പുതിയ IPL സീസൺ നമുക്കറിയാം തുടങ്ങാൻ പോകുന്നു. സോ അതിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ഏതൊരു ആരാധകരെ പോലെ അല്ലെങ്കിൽ ഒരു താരത്തെ പോലെ വളരെ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരിക്കും പുതിയ IPL സീസണായി. പക്ഷേ അതിനുശേഷം അദ്ദേഹം കുറിച്ച വരികൾ ഇങ്ങനെയാണ്: cannot wait for the new season and the new role. പുതിയ ഒരു തുടക്കം അല്ലെങ്കിൽ പുതിയ ഒരു റോള് അതെന്താണെന്നാണ് നിലവിൽ സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ ആരാധകർ ഒന്നടങ്കം ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പുതിയ റോൾ നമുക്കറിയാം. IPL 2027 ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന IPL സീസൺ ആകുമെന്ന് പറയുമ്പോൾ പോലും ധോണി എന്തായിരിക്കും ആരാധകർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സർപ്രൈസ് എലമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പുതിയ റോൾ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അദ്ദേഹം ഗ്രൗണ്ടിൽ കാഴ്ചവെക്കാൻ പോകുക, അല്ലെങ്കിൽ ഏത് റോളിലായിരിക്കും താരം ഗ്രൗണ്ടിലേക്ക് എത്തുക. പലതരം റൂമറുകളാണ് സോഷ്യൽ മീഡിയകളിൽ നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു ചെന്നൈ മാനേജ്മെൻറ്റിന് അപ്ഡേറ്റ് വന്നത്. ഡെവൺ കോൺവേ, അവരുടെ ന്യൂസിലാൻഡ് ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ടുള്ള കോൺവേ പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട്. IPL അദ്ദേഹത്തിന് മുഴുവനായും കളിക്കാൻ സാധിക്കില്ല. ഒന്നാമത്തെ റൂമർ ഇതാണ്: ധോണി ഋതുരാജ് ഗെയ്ക്വാദിനൊപ്പം ചെന്നൈയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമെന്നാണ് ആദ്യത്തെ ആ റൂമർ എന്ന് പറയുന്നത്. അത് നമുക്ക് തള്ളിക്കളയാം. കാരണം ധോണിയെ പോലൊരു ഫിനിഷർ, അദ്ദേഹം ഒരിക്കലും ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. മറ്റൊന്ന്, അദ്ദേഹം ചെന്നൈയുടെ മെൻഡർ റോളിലേക്ക് എത്തുമെന്നാണ് നമുക്കറിയാം. അദ്ദേഹം നിലവിൽ സ്റ്റീഫൻ ഫ്ലെമിംഗ് ആണ് ചെന്നൈയുടെ ആ ഒരു കോച്ച്. സോ ധോണിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിൻ്റെ അവസാന IPL സീസൺ ആയിരിക്കും. സോ തൻ്റെ അവസാന IPL സീസണിൽ ഒരു കിരീടത്തോടു കൂടി പടിയിറങ്ങാൻ അദ്ദേഹം ടീമിന്, തൻ്റെ താരങ്ങളെ ഒന്നടങ്കം ഒരു മെൻഡർ റോളിലേക്ക് എത്തുമെന്നാണ് മറ്റൊരു റൂമർ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്നിരുന്നാലും അതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയണമെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി തന്നെ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് പുറത്തുവിടണം. എന്നിരുന്നാലും ചെന്നൈ ഇതിനോടൊക്കെ തന്നെ തങ്ങളുടെ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ധോണി നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ആഴ്ചയോട് കൂടി തന്നെ അവരുടെ ക്യാമ്പിലേക്ക് എത്തിച്ചേരും. സോ അദ്ദേഹത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. വരുന്ന മുറയ്ക്ക് എത്രയും വേഗത്തിൽ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.